أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد. കഴിഞ്ഞ ആഴ്ച നമ്മൾ തജ്വീദൊക്കെ പറഞ്ഞിട്ടില്ലല്ലേ? അതൊന്നുകൂടി ഓർമ്മപ്പെടുത്താം. ലാ എത്ര നീട്ടേണ്ടത്? 4 മുതൽ 6 ഖദർ വരെ നീട്ടണം. അതിൻ്റെ പേരാണ് മദ് മുംഫസിൽ എന്നാണ് അതിന് പറയാറുള്ളത്. മദ് മുംഫസിൽ. അപ്പോൾ ലാ ഉഖ്സിമു, പിന്നെ ബിഹാദൽ ബലദ്, ബിഹാദ കഴിഞ്ഞിട്ട് ഹാദ നീട്ടാനുള്ള ഒരു അലിഫുണ്ട്, അൽബലദിൽ അലിഫുണ്ട്. രണ്ടും ഉച്ചരിക്കാൻ പാടില്ല. എങ്ങനെ ഓതണം? ബിഹാദൽ ബിഹാദൽ ബലദ്. ദാലിമ നിർത്തുമ്പോൾ ഒരൽപ്പം ശുദ്ധത്തോടു കൂടി നിർത്തണം. പിന്നെ വ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഹംബുമ പോണേക്ക് പോകണം. വ അന്ത, വ അന്ത. അല്ലെങ്കിൽ എന്താ വൻത എന്ന് പറയുമ്പോൾ അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. ആ ഉച്ചരിക്കണം. ഖഫയിൻ്റെ അംശയാണ്. പിന്നെ നൂനിന് എന്ത് ചെയ്യണം? യഖ്ഫാ ചെയ്യണം. അപ്പോൾ ഓതേണ്ടത് വ അന്ത. പിന്നെ ഹില്ലും, അവിടെ എന്ത് ചെയ്യണം? ആ ലൊമ്മ് തൻവീനിന് എന്ത് ചെയ്യണം? ഇഖ്ലാബ് ചെയ്യണം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. ഹില്ലും ബിഹാദൽ ബലദ്. ബിഹാദൽ ബലദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 അലിഫിനും ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ വവാലിദിൻ വമാ വലദ്, അവിടെയൊക്കെ ദാലിമ ഉച്ചരിക്കുമ്പോൾ ദ് എന്ന് ഒരൽപ്പം ശുദ്ധത്തോടു കൂടി ഉച്ചരിക്കണം. പിന്നെ ലഖദ്, അവിടെയും ദാലിമ ഉച്ചരിക്കുമ്പോൾ ദ്. ലഖദ് ഖലഖ്നൽ ഇൻസാന, ആ നൂനിന് എന്ത് ചെയ്യണം? തരിമൂക്ക് തരിപ്പിച്ചിട്ട് യഖ്ഫാ ചെയ്യണം. ഇൻസാന. പിന്നെ ഫീ കബദ്. പിന്നെ അയഹ്സബു, അ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഖാത്തിൻ്റെ അംസയാണ്. അയഹ്സബു അല്ലൻ യഖ്ദിറ, അവിടെ അൻ എന്നുള്ള ആ നൂനിനെ ലാമിലേക്ക് എന്ത് ചെയ്യും? ഇദ്ഗാം ചെയ്യും. പക്ഷെ എന്തുണ്ടാവില്ല? ഉന്നത്തുണ്ടാവില്ല. അപ്പം എങ്ങനെ ഓതണം? അല്ലൻ അല്ലൻ. പിന്നെ ലൻ എന്ന് പറഞ്ഞാൽ ആ നൂനിന് എന്ത് ചെയ്യണം? യാവിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഉന്നത്തും വേണം. അപ്പോൾ ലൻ യഖ്ദിറ, ലൻ യഖ്ദിറ. പിന്നെ അലൈഹി അഹദ്, അ ഉച്ചരിക്കണം. ഹ വ്യക്തമാക്കണം. അപ്പോൾ അഹദ്. കുൽ ഹുവല്ലാഹു അഹദ്, അഹദ് എന്ന് തന്നെ പറയണം. ആയത്തോ എല്ലാവരും കൂടി ഒന്നുകൂടി ഉദ്ദേശിക്കാൻ. അഊദു ബില്ലാഹ് أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد. അതിലിപ്പോൾ തജ്വീദിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന അർത്ഥം പറഞ്ഞു, അതിൻ്റെ ആശയം പറഞ്ഞു അല്ലേ? വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, അത് രണ്ടും പറഞ്ഞു. ഇനി നമുക്ക് വിവരിക്കാനുള്ളത് വവാലിദിൻ വമാ വലദ്. എന്താ അതിൻ്റെ അർത്ഥം? വവാലിദിൻ, വാലിദ് പിതാവിന് പറയാറുണ്ട് അല്ലേ? അതുതന്നെയാണ് ഉദ്ദേശം. വാലിദ് ജനിപ്പിക്കുന്നവൻ, വാലിദ് അല്ലേ? പോയി. വാലിദ് പറഞ്ഞാൽ പിതാവ്, വാലിദ്. പിന്നെ വവാലിദിൻ, ജനഹിതാബ് തന്നെയാണ് സത്യം. വമാ വലദ് പറഞ്ഞാലോ? വമ ഒന്നും, വലദ
ആ ജനയിതാവ് ജനിപ്പിക്കുന്നതെന്തോ അതും, അഥവാ ജനിപ്പിക്കണ എന്തിനെ? കുട്ടികളെ, അല്ലേ, മക്കളും. അപ്പോൾ ഒരർത്ഥം പിതാവും കുട്ടികളും തന്നെ സത്യം, ജനയിതാവും ജനിപ്പിക്കുന്നവനും ജനിപ്പിച്ചതെന്തോ അതും തന്നെ സത്യം. എന്താ പൈലുള്ളത്? അല്ലാഹു തആല രണ്ടാമത് സത്യം ചെയ്യുന്നു പറയുന്നത് വവാലിദിം വമാവലത്, ജനയിതാവും അത് ജനിപ്പിക്കുന്നതും അഥവാ കുട്ടികൾ. നമുക്കിപ്പോൾ എന്താ, അത് വാപ്പനെ പറ്റി ചിന്തിക്കാനും മക്കളെ പറ്റി ചിന്തിക്കാനുമാണോ? അത് മാത്രമല്ല ലോകത്തെ എന്ത് സംഗതിയും നടക്കുന്നത് ഈ ഒരു തവാലുദ് എന്ന് പറയും. തവാലുദ് പറഞ്ഞാൽ പിന്നെ ജനിപ്പിക്കുക, ഉൽപാദനം ഉണ്ടാക്കുക എന്ന ഒരു പ്രൊഡക്ഷൻ എന്ന രൂപത്തിലാണ് എല്ലാ കാര്യങ്ങളും ലോകത്ത് നടന്നു വരുന്നത്. ആലോചിച്ച് നോക്കുങ്ങൾ, മനുഷ്യൻ മാത്രമല്ല, കോഴി മുട്ടട്ടില്ലെങ്കിൽ എന്താ, മുട്ട നങ്കയ്യ നമുക്ക് ഇല്ല, ഉണ്ടോ? ആലോചിച്ച് നോക്കുങ്ങൾ. പിന്നെ കോഴി കുഞ്ഞിനെ വിരിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കോഴി തിന്നാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓരോന്നും ഒന്നിൽ നിന്നുള്ള പ്രൊഡക്ഷൻ അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിനെയാണ് പിതാവും മക്കളും, ആ മക്കളെ ഇങ്ങനെ ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ചിന്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു രഹസ്യമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു രഹസ്യമാണ്. വളരെ ചെറിയ ഒരു ആയത്തിൽ അല്ലാഹു തആല വലിയ രഹസ്യമാണ് പിന്നെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ട്. ആദ്യം നമുക്ക് മനസ്സിൽ ഓടി വരിക പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം. ഇതൊരു പ്രാപഞ്ചിക ദൃഷ്ടാന്തവും കൂടിയാണ്. ഈ പിന്നെ പ്രപഞ്ചത്തിൽ ഏത് കാര്യം എടുത്താലും ഈ ഒരു വ്യവസ്ഥയിലാണ് അല്ലാഹു തആല അതൊക്കെ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്, അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ, നമ്മൾ കാണുന്ന ചെടികൾ, ആ ഭൂമി ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതേപോലെ തന്നെ മേഘം മഴ വർഷിപ്പിക്കുന്നു, അല്ലേ? മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യനെ തന്നെ എടുത്തു നോക്കിയാൽ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് എന്താ ഉപകാരം? ഒരുപാട് ചിന്തകൾ ആ ബുദ്ധിയിൽ നിന്ന് സൃഷ്ടിക്കുന്നു, അല്ലേ? മനുഷ്യൻ്റെ ഹൃദയം, അത് സത്യവിശ്വാസം വെറും രക്തം ഇങ്ങനെ ഇതാക്കാൻ മാത്രമല്ല, മറിച്ച് പാസ് ചെയ്യാൻ മാത്രമുള്ള സംവിധാനം മാത്രമല്ല, അവിടെയാണ് നമ്മുടെ വിശ്വാസവും സൽപ്രവർത്തനങ്ങളും ഒക്കെ ആ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവണം. അപ്പോൾ ആലോചിച്ച് നോക്കി നിങ്ങൾ, ഉൽപാദനമില്ലാത്ത ഒരു സംഗതിക്ക് ഈ ലോകത്ത് എന്തുണ്ടാവില്ല? ഒരു മൂല്യം ഉണ്ടാവില്ല. ഏത് സംഗതിയും ഉൽപാദനം ഉണ്ടാവുമ്പോഴേ അതിനെന്തുണ്ടാവുള്ളൂ? ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉൽപാദനം ഉണ്ടാവുമ്പോഴേ അതിനെന്തുണ്ടാവുള്ളൂ? ഒരു ബർക്കത്തും ഉണ്ടാവുള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് ആലോചിച്ചൊക്കെ നിങ്ങൾ വവാലിദിം വമാ വലത് എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച ആ പദപ്രയോഗം തന്നെ. ജനിപ്പിക്കുക, ജനഹിതാവ്. അപ്പം പിതാവ് ചെയ്യണ പ്രവർത്തനം എന്താ? ഒരു സംഗതി ഉൽപ്പാദിപ്പിക്കാനാണ്, അപ്പം വാലിദിൻ എന്ന പദപ്രയോഗത്തിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ഉൽപാദന പ്രക്രിയ, ഒരു പ്രൊഡക്ഷൻ പ്രക്രിയ നടക്കുന്നുണ്ട് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന് എന്താവട്ടെ, കേവലം കുട്ടികളെ മാത്രമല്ല, മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യൻ്റെ കയ്യ്, മനുഷ്യൻ്റെ കാല്, മനുഷ്യൻ്റെ മറ്റ് അവയവങ്ങൾ, ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി സൃഷ്ടിജാലങ്ങൾ, അതിലൊക്കെ ഈ ഉൽപാദനം, ഇൻതാജ് എന്ന് പറയുന്ന ആ സംഗതി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇനി ഒന്നുകൂടി ആയത്തിൽ മനുഷ്യൻ ഒരു സംഗതി മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കണില്ല എന്ന് കൂട്ടുക, ദീർഘകാലം അവൻ ജീവിക്കുകയും ചെയ്യണം. എന്നാൽ ചില ആളുകൾ വളരെ കുറഞ്ഞ കാലം ജീവിക്കും, 2-3 വർഷമൊക്കെ ജീവിക്കണുള്ളൂ. പക്ഷേ അയാൾ പെട്ടെന്ന് മരിക്കുകയും, പക്ഷെ അയാൾ മരിച്ചതിന് ശേഷം അയാൾ ഉണ്ടാക്കി വെച്ച ഒരുപാട് ആസാറുകൾ നമുക്കിവിടെ കാണാനും പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് അല്ലാമ ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം പോലുള്ള പണ്ഡിതന്മാർ, ഇമാം നവവി പോലുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ കുറച്ച് കാലം 40 വയസ്സേ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ, അല്ലേ? 35-40 വയസ്സൊക്കെ ജീവിച്ചു. പക്ഷെ അവർ ഉണ്ടാക്കി വെച്ച സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ ലൈബ്രറികൾ നിറയെ നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ കുറഞ്ഞ കാലം ജീവിച്ചുകൊള്ളൂ. ആ ജീവിതകാലത്ത് അവരുണ്ടാക്കി വെച്ച ഒരുപാട് ആധാറുകൾ ഇന്നും നമ്മളിങ്ങനെ അനുഭവിക്കുകയാണ്, അല്ലേ? എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും? കിടന്നുറങ്ങും,
രാവിലെ എണീക്കും, വീണ്ടും ഉറങ്ങും, ജോലിക്ക് പോവും. ഇങ്ങനെയല്ലാതെ ഒരു പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാക്കി വെക്കാത്ത ചില ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഒരു സംഭവ കഥ ഇങ്ങനെ പറയാറുണ്ട്. ഒരു മനുഷ്യൻ ഒരിക്കൽ ഇങ്ങനെ ശ്മശാന സ്ഥലത്തിലൂടെ, മക്ബറയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ആ മക്ബറയിൽ നടന്നു പോയപ്പം ഒരാളുടെ കബറിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ 30 വർഷം ജീവിച്ച മനുഷ്യനാണ് എന്ന് കബറിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആ കല്ലുമേൽ. അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു കബറും അയാൾ കാണാനിടയിൽ. ആ കബറുമ്മൽ എഴുതി വെച്ചിട്ടുണ്ട്, അയാൾ 3 വർഷം മാത്രമാണ് ജീവിച്ചതെന്ന. അപ്പോൾ ഇതിങ്ങനെ നടന്നു പോയ ആൾ അത്ഭുതപ്പെടുകയാണ്. ഒന്നാമത്തെ ആള് 30 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. പക്ഷേ അയാൾക്ക് വേണ്ടിയിട്ടോ അയാൾക്ക് ശേഷം വരുന്ന സന്താന പരമ്പരകൾക്ക് വേണ്ടിയിട്ടോ മനുഷ്യർക്ക് വേണ്ടിയിട്ടോ അയാൾ ഒന്നും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്നാൽ അയാളുടെ ജീവിതം എന്ന് പറയുന്നത് വെറും സിഫറാണ്, എന്ന് പറഞ്ഞാൽ 0 0 ആണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ. രണ്ടാമത്തെ ആളോ വളരെ കുറഞ്ഞ കാലം ജീവിച്ചു, ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. പക്ഷേ ആ കുറഞ്ഞ കാലം കൊണ്ട് അയാൾ ഖുർആൻ മനപ്പാടാക്കിയിട്ടുണ്ട്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആഫിലീങ്ങളെ അഥവാ ഖുർആൻ മനപ്പാടാക്കാനുള്ള അധ്യാപനം അയാൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അയാളുടെ ജീവിതം, ആ ചെറിയ കാലഘട്ടത്തെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് പ്രൊഡക്ഷൻ അയാളുടെ ആ കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ട്, അയാളുടെ ആ കുറഞ്ഞ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ബർക്കത്ത് എന്ന് പറയുന്നത്? കുറേ കാലം ജീവിക്കലല്ല, മറിച്ച് ജീവിക്കുന്ന കാലഘട്ടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഈ ആയുസ്സാകുന്ന സമയം അത് കൃത്യമായി ടൈം ടേബിളോട് കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം. നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നിങ്ങളിങ്ങനെ വന്ന് നോക്കി, ഇത്ര കാലമായി ഇപ്പം ഞാനും നിങ്ങളൊക്കെ, എനിക്കൊക്കെ ഇപ്പോൾ 60, 59 ഇല്ലേ, ഇവിടെ 40 ആയതുകൊണ്ട് 30 ആയതുകൊണ്ട് 25 ആയതുകൊണ്ട് 30 ഒക്കെ ഉണ്ട്. ഓരോരുത്തരുടെയും സമയം ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ അധികവും വേസ്റ്റായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും. എനിക്കും ഉപകാരമില്ല, മറ്റവർക്കും ഉപകാരമില്ല, ഇങ്ങനെ വേസ്റ്റാക്കി പോയിട്ടുണ്ടാവും. വളരെ കുറഞ്ഞ സമയം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടാവും, ശമ്പളം വാങ്ങിയിട്ടുണ്ടാവും, ബാക്കിയൊക്കെ നമ്മൾ കിടന്നുറങ്ങിയിട്ടോ അല്ലെങ്കിൽ ഈ മൊബൈലിൽ കളിച്ചിട്ടോ ഒക്കെ ഇങ്ങനെ സമയം. ഉൽപാദനമുള്ള മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു സമയം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല എന്നുള്ള. അപ്പം ഇസ്ലാം എന്ന് പറയുന്നത് വവാലിദിൻ വമാ വലത് എന്നതിൻ്റെ അന്തരാളത്തിലുള്ള അർത്ഥം, ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ വെറും ഒരു നശിപ്പിക്കാനുള്ള ഉപഭോക്താവല്ല. അല്ലേ? ഉപഭോക്താവ് എന്താ ചെയ്യണത്? ആ സാധനം ഇങ്ങനെ വാങ്ങും, അല്ലേ, അങ്ങനെ തിന്നും, ചണ്ടിയാക്കും, അങ്ങനെ വേസ്റ്റാക്കി ഒഴിവാക്കിയിടും. ഇതാണ് ചെയ്യണത്. എന്നാൽ അത് മാത്രം പോരാ, മറിച്ച് എന്ത് വേണം? അയാളൊരു ഉൽപാദകനും കൂടി ആയിരിക്കണം എന്നതാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. ഇനി നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ എടുത്തു നോക്കും. ഒരു ആരാധനാ കർമ്മത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇൻതാജ് വേണം, അല്ലേ? അതേപോലെ നമ്മുടെ സ്വഭാവത്തിലൊരു ഇത് വേണം. എൻ്റെ സ്വഭാവം കണ്ടിട്ട് മറ്റൊരാൾക്ക് അതിന് എന്തെങ്കിലും കിട്ടണം. എൻ്റെ ഇബാദത്ത് കണ്ടിട്ട് മറ്റൊരാൾക്ക് ഇന്ന് പാഠം പഠിക്കാൻ കിട്ടണം, എനിക്കും ഉപകാരപ്പെടണം. അതേപോലെ തന്നെ എൻ്റെ ജോലിസ്ഥലം, ആ ജോലിസ്ഥലത്ത് എന്നെ കണ്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം, സമൂഹത്തിന് ഉപകാരപ്പെടണം. ഇങ്ങനെ ആകുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? ഇൻതാജ് വവാലിദിൻ എന്ന് പറഞ്ഞ ആ അർത്ഥത്തിൻ്റെ ആ ഉൽപാദനം, ആ പ്രൊഡക്ഷൻ എന്ന വർക്ക് അവിടെ നടക്കുകയുള്ളൂ എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടത്, അല്ലേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാ ഖാമത്തി സാഅ, അന്ത്യനാൾ വരികയെന്ന് കൂട്ടുക. വഫി യദി അഹദിക്കും, നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ ഫസീലത്തും, ഒരു ചെറിയ നടാനുള്ള ഒരു ചെടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഫഇനിസ്തതാ അല്ലാ യഖൂമ ഹത്താ യുഗ്രിസഹാ ഫൽയഫൽ, അത് കുഴിച്ചിടാനുള്ള നേരെ ഉള്ളൂ ഖിയാമത്ത് നാൾ വരാനെങ്കിൽ അത് കുഴിച്ചിട്ടിട്ട് നിങ്ങൾ മരിക്കാവൂന്നാണ്, അല്ലേ? നാളെ നമ്മളത് മരിക്കുകയാണെങ്കിലും നമുക്ക് ആ ചെടി ഇപ്പം കുഴിച്ചിട്ടിട്ട് ഇപ്പം എനിക്കെന്താ മറ്റന്നാൾ ഖിയാമത്ത് നാൾ വരില്ലേ എന്ന് ചിന്തിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കല്ലേ എന്ന് ചിന്തിക്കാൻ പാടില്ല. മറിച്ച് അവസാനം വരെ നമ്മൾ അവസാന ശ്വാസം വലിക്കുന്നവരെ എന്താണോ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കണം. അപ്പോൾ വവാലിദിൻ എന്ന് പറഞ്ഞിടത്തുള്ള ആ പ്രൊഡക്ഷൻ, ആ ഇൻതാജ്
ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കുങ്ങള്, ഒരു ഫലമില്ലാത്ത പിന്നെ ഒരു ഉൽപാദനം ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് കൂട്ടാം. ഒരു കാര്യമില്ലാത്ത മനുഷ്യൻ, അയാൾ ചിലപ്പം ഉണങ്ങിയ മരം പോലെയേക്കാണ്. ഉണങ്ങിയ മരത്തിന്റെ പ്രത്യേകത എന്താ? മരം അവിടെ ഇങ്ങനെ നിൽക്കണുണ്ടാവും, അതിന് ഇലയുണ്ടാവില്ല, ചെടിയുണ്ടാവില്ല, ശാഖകളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഉൽപാദനമുള്ള മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന മനുഷ്യനോ അയാൾ എന്താ? അയാളും അതേപോലെ നിൽക്കുന്നുണ്ടാവും, പക്ഷേ അയാളുടെ ഇല ആ ശാഖകൾ ഉപയോഗിച്ച് അതിൻ്റെ തണലിൽ ആളുകൾ ഇങ്ങനെ ആ തണൽ കൊള്ളുന്നുണ്ടാവും, വെയിലില്ലാതെ അല്ലേ? ആ മരത്തിലെ ഇലകൾ അവർ പറിച്ച് തിന്നുണ്ടാവും. പിന്നെ അതിനുള്ള കായ്ക്കനികൾ മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും. മനുഷ്യന് മാത്രമല്ല, പക്ഷി ലതാദികൾക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഉൽപാദനമുള്ള, മറ്റുള്ളവർക്ക് തണലേകുന്ന, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള മനുഷ്യരായിരിക്കണം എന്ന ഒരാശയം എന്തിലുണ്ട്? വവാലിദിൻ വമാ വലത് എന്ന് പറയുന്ന ഇതിലുണ്ട്. ഇനി നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ എന്നോട് ചോദിക്കാം, ഞാനിപ്പോൾ എന്താ അപ്പം ദീനിനു വേണ്ടി ഞാൻ ചെയ്തത്? ഈ ദീനിന് അള്ളാഹ് എനിക്ക് കഞ്ഞേകിയ മതത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത്? അല്ലേ? എന്നെ ഉണ്ടാക്കിയ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ ദുനിയാവിൽ വെച്ച് എനിക്ക് എന്താ ചെയ്യാൻ സാധിച്ചത്? അല്ലേ? എന്താണ് ഇനിയിപ്പോൾ ഞാനിന്നാട് മരിച്ചാലും എനിക്ക് ശേഷം ഇവിടെ ഞാൻ എന്താണ് വിട്ടേച്ച് പോണത്? എനിക്ക് പ്രാർത്ഥിക്കുന്ന മക്കളെ ഞാൻ ഉണ്ടാക്കി, സാലിഹായ മക്കളെ ആ തെർബിയത്ത് നൽകിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പഠിച്ച വിദ്യ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു അറിവ് നൽകിയിട്ട് ആ അറിവ് ഞാൻ മരിച്ചാലും എൻ്റെ ഖബറിലേക്ക് വരുന്ന ഒരവസ്ഥയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, അല്ലേ? ഇതാ മാത്തൽ ഇൻസാനു ഇൻകത്ത അമലുഹു ഇല്ലാ മിൻ സലാത്ത് എന്ന് പറയണ്ടല്ലോ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം മുറിഞ്ഞു പോകും, 3 കാര്യങ്ങൾ ഒഴികെ ഒക്കെ അവിടെ അവസാനിക്കും. 3 കാര്യം. ഒന്ന് പറയുന്നത് സദഖത്തുൻ ജാരിയ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത ആ ജാരിയായ സദക്ക എൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരും. രണ്ടാമത്തത് വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, പിന്നെ ഇൽമുൻ യുൻതഫഉ ബി, രണ്ടാമത്തത് അതാണ്, അല്ലേ? ഞാൻ പഠിച്ച അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അയാൾ അതുമൂലം പിന്നെ നടക്കുന്നുവെങ്കിൽ ആ അറിവ് അയാൾ ചെയ്യുന്ന പിന്നെ പ്രവർത്തനത്തിൻ്റെ ഫലം എൻ്റെ ഖബറിലേക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. മൂന്നാമത്തത്, ഞാൻ ഉൽപ്പാദിപ്പിച്ച മക്കൾ, സാലിഹായ മക്കളെയാണ് ഞാൻ വളർത്തിയെടുത്തെങ്കിൽ ആ മക്കളുടെ പ്രാർത്ഥന എനിക്ക് ലഭിക്കും. ഇങ്ങനെ എന്താ അപ്പം ഞാൻ എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് ഓരോരുത്തരും പിന്നെ നമ്മൾ ചിന്തിക്കണം. ഇനി അഥവാ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് കൂട്ടാം, നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. ഈ നിമിഷം മുതൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനുള്ള പ്രവർത്തനം ഇനിയും നമുക്ക് പിന്നെ സമയമുണ്ട് എന്ത് ഉൽപ്പാദിപ്പിക്കാൻ എന്നുള്ളത്. അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പക്ഷാതപിക്കാനുള്ള സമയവും മരണത്തിന് മുമ്പ് ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹ് തുടങ്ങിയത് പിന്നെ എന്താ ബിൽ വാലിദ് എന്നാണ്, അല്ലേ? എന്താണ്? പിതാവാണ് ഒരു കുട്ടിനെ ജനിപ്പിക്കുന്നിടത്തുള്ള അടിത്തറ, അല്ലേ? കുട്ടി യഥാർത്ഥത്തിൽ അതിൻ്റെ തുടക്കം എവിടുന്നാ വരുന്നത്? പിതാവിലൂടെയാണ്. അപ്പൊ ആ പിതാവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മയെ എടുത്തു പറയാം, ഉമ്മയിൽ പെട്ടതാണ്. പക്ഷെ ഉമ്മ എടുത്തു പറയാതെ പിതാവിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് ആണും പെണ്ണും ഒക്കെ വേർതിരിക്കണ ആരുടെ കാരണമായിട്ടാണ്? പിതാവിൻ്റെ കാരണമായിട്ടാണ്. അപ്പം ആ പിതാവിനെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അതാണ്. രണ്ടാമത്തത്, ആ പിതാവിൻ്റെ ഉത്തരവാദിത്വം വാലിദിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സത്യം ചെയ്ത് പറയാണല്ലോ, ആ പിതാവിൻ്റെ ഉത്തരവാദിത്വം കൂടി അതിൽ ഉണർത്തുന്നുണ്ടാണ്. പിതാവ് മക്കളെ എന്ത് ചെയ്യണം? വേണ്ട രൂപത്തിൽ പിന്നെ തർബിയത്ത് നൽകി ശിക്ഷണം നൽകേണ്ടതുണ്ട് എന്നതും അതിൽ പാടുണ്ട്. അപ്പം തൻ്റെ മക്കൾക്ക് ശരിയായ രൂപത്തിൽ ശിക്ഷണം നൽകുന്ന പിതാവ് യഥാർത്ഥത്തിൽ ശരിയായ ഒരു ഉൽപാദകനാണ്, അല്ലേ? അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, അയാളും ഒരു മുൻതിജാണ്, അല്ലേ? അതേപോലെ തന്നെ ജനങ്ങൾക്ക് മാർഗദർശനം കാണിച്ചു കൊടുക്കുന്ന ഒരു ദായി, ഒരു പ്രബോധകൻ, അയാളും മുൻതിജാൻ. അപ്പൊ നമുക്കൊക്കെ ആ വാലിദിൻ എന്ന് പറഞ്ഞതിൽ എന്തുണ്ട്? നമുക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരാൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിലല്ല പ്രാധാന്യം, മറിച്ച് എന്തുണ്ടാക്കി. ജീവിക്കാൻ 100, 1000 വർഷം ജീവിച്ചേക്കാം, പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടിങ്ങനെ ശേഖരിച്ചു വാങ്ങി കൂട്ടി എന്നതിലല്ല
പ്രാധാന്യം. കിട്ടിയത് നമ്മൾ എന്ത് കൊടുത്തു, അതാണ് പിന്നെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ. എന്താണോ നമുക്ക് കിട്ടിയത് അതിന് കൊടുത്തുകൊണ്ടിരിക്കണം എന്നാ. നമ്മൾ കഴിഞ്ഞ സൂറത്ത് പഠിച്ചപ്പം അമ്മാമൻ അത്ത വത്തക്ക എന്നൊക്കെ പറഞ്ഞെടുത്ത് ഒരുപാട് വിശദീകരിച്ചിന് അല്ലേ. മനുഷ്യന് വേണ്ട ഏറ്റവും വലുത് അവൻ നൽകിക്കൊണ്ടിരിക്കണം എന്നാ. എന്താ നൽകേണ്ടത്? ഒരു നയാ പൈസ എൻ്റെ അടുത്തില്ലെങ്കിൽ ഞാൻ എന്താ നൽകേണ്ടത്? അള്ളാഹ് എനിക്കൊരു ആയുസ് നൽകിയില്ലേ, ഒരു സമയം നൽകിയില്ലേ, ആ സമയത്തിൽ കുറച്ചൊരു 5 മിനിറ്റ് മറ്റേയാൾക്ക് കൊടുക്കുക. അയാൾക്കൊരു പിന്നെ ദഅവാ പ്രവർത്തനം നടത്താൻ അല്ലേ, ഞാൻ അയാൾക്ക് ദഅവത്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, ആ ദഅവത്ത് ലഭിക്കുന്ന സ്ഥലത്ത് വന്ന് ഇരിക്കുക ഒരു 5 മിനിറ്റ്. അത് അപ്പം മനുഷ്യൻ എന്താണോ അല്ലാഹു തആല ഓരോ മനുഷ്യനും നൽകിയിട്ടുള്ളത് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇൻതാജ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഉള്ളിലാക്കും അല്ലേ. അവിടെ ആ മണ്ണിൻ്റെ ഉള്ളിൽ അഥവാ കബറിലാക്കും. കബറിലേക്ക് പോയാൽ അവിടെ നമ്മളോട് ചോദ്യമല്ല എനിക്ക് എത്ര പൈസ ഉണ്ട് അക്കൗണ്ടിൽ നമ്മളോട് ചോദിക്കണില്ല. അതൊന്നുമല്ല, ഇനി എത്ര ഉൽപ്പാദിപ്പിച്ച് ബാങ്കിലാക്കിയെന്നല്ല ചോദിക്കണത്. മറിച്ചെന്താണ്, എന്താ നിന്റെ ശേഷം ഇനി പിന്നെ ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി ആധാറായിട്ട് നിന്റെ ആധാറായിട്ട് പിന്നെ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി നീ പിന്നെ ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്നല്ല. അപ്പൊ സഹോദരന്മാരെ, നമ്മളൊക്കെ മരിച്ചാലും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ വവാലിദിൻ എന്ന് പറയുന്ന ആ ഉൽപാദനം എന്ന ആ സംഗതി യഥാർത്ഥത്തിൽ നടക്കുകയുള്ളൂ എന്നുള്ള. അപ്പോൾ ഈ ആയത്ത് വവാലിദിൻ വമാ വലത് എന്ന് പറയുമ്പം ബാപ്പയും മകനും മാത്രം ചിന്തിക്കാനുള്ള ഇതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ രഹസ്യം, അതിൻ്റെ അസ്തിത്വ നിയമം അതാണ് ഇതിലൂടെ, ആ മാഹാത്മ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മെ പിന്നെ പഠിപ്പിക്കണം. ഇനി ഒന്നുകൂടി നിങ്ങൾ ഒരു സൈഡ് കൂടെ പോയി നോക്കി. ഒരു വലിയ ഉപമ, ഒരു സമുദ്രം, നമ്മൾ ഈ ഭൂമിയിൽ സമുദ്രങ്ങളുണ്ട്, വെള്ളത്തടാകങ്ങൾ കുറേ ഉണ്ട് ഇല്ലേ. ഈ സമുദ്രം എന്താ ചെയ്യണത്? വെള്ളത്തെ നീരാവിയാക്കി ഇങ്ങനെ അയക്കണം, അത് മേഘമായി മാറുന്നു, ആ മേഘത്തിൽ നിന്ന് നമുക്ക് മഴ വർഷിക്കുന്നു. ഇങ്ങനെ ഒരു ചാക്രികത അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെയുള്ള സമുദ്രമൊക്കെ കടലുകളൊക്കെ വിചാരിക്കുക ഞാൻ വെള്ളം നീരാവിയായിട്ട് കൊടുക്കൂല, ഞാൻ തന്നെ പിടിച്ചിക്കുക എന്ന് സമുദ്രം അങ്ങോട്ട് വിചാരിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെങ്കിൽ ഇവിടെ ഈ മഴ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കോ? ഇല്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി സംവിധാനിച്ചു വെച്ചിട്ടുള്ള സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള മനുഷ്യർ മാത്രമല്ല എല്ലാ സൃഷ്ടിജാലങ്ങളിൽ നിന്നും എന്തുണ്ട്? ഉൽപാദനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ചാക്രികത നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യരും അതേപോലെ തന്നെയാണ്. മക്കള്, പിതാവ്, മക്കള്, മക്കളെ മക്കള്, മക്കളെ മക്കള്, മക്കളെ മക്കള്, അങ്ങനെ ഖിയാമത്ത് നാൾ. എന്താ ഇപ്പം പഠിച്ചോന് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെയുള്ളതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് വേണ്ട സൃഷ്ടിക്കാൻ പഠിച്ചോന് കഴിയാനിട്ടല്ല, അങ്ങനെ ഉണ്ടാക്കി വെച്ചില്ല. ഇങ്ങനെ ഒരു സംവിധാനം, ഒരു വ്യവസ്ഥ അള്ളാഹു പിന്നെ വെച്ചതിലുള്ള ആ രഹസ്യത്തെ പറ്റി ആണ് അള്ളാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ ചിന്തിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ആകുമ്പോഴേ യഥാർത്ഥത്തിൽ ജീവിതം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇനി ഒന്നുകൂടി പിന്നെ നമ്മൾ കാണുന്നതാണ് വിത്ത് അല്ലേ. ഒരു വിത്ത് മുളച്ചിട്ട് വലിയ മരങ്ങൾ ഉണ്ടാവണം. ആ മരങ്ങളിൽ ധാരാളം കായ്ക്കനികളും നമ്മൾ കാണാറുണ്ട്. ആലോചിച്ച് നോക്കൂ, ഈ വിത്ത് പിന്നെ മണ്ണിൻ്റെ ഉള്ളിലൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ, മണ്ണിൻ്റെ ഉള്ളിൽ പോയി അതിങ്ങനെ ഒരു മുളയായി വന്ന് അതിന് ഒരുപാട് പിന്നെ കുറേ വിത്തുകളുണ്ടായി. അങ്ങനെ ഒരു വ്യവസ്ഥ, അങ്ങനെ ഒരു നിവാമ് ഈ ദുനിയാവിൽ അള്ളാഹു വെച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദപ്രയോഗമാണ് മനുഷ്യൻ ജനിപ്പിക്കണ മാത്രമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള സൃഷ്ടിജാലങ്ങളൊക്കെ ജനനം നൽകുന്നത്. ഇപ്പോൾ ഒരു വിത്താണെങ്കിൽ ആ വിത്ത് ജനനം നൽകുന്നതിനെപ്പറ്റി ചിന്തിക്കാനും റബ്ബിൻ്റെ മഹാ അനുഗ്രഹത്തെപ്പറ്റി പിന്നെ ചിന്തിക്കാനും അങ്ങനെ അള്ളാഹുവിനെ കണ്ടെത്താനുമാണ് വവാലിദിൻ വമാ വലത് എന്ന് പറയുന്നത് അല്ലേ. ആലോചിച്ച് നോക്കൂ, എത്ര ആളുകളുണ്ട് കുട്ടി ഉണ്ടായെങ്കിൽ അല്ലേ, ആരോഗ്യമൊക്കെ ഉണ്ട്, കുട്ടി ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല, അങ്ങനത്തെ എത്ര മനുഷ്യന്മാർ ദുനിയാവിലുണ്ട്. ഇനി വരുന്ന, അപ്പോൾ അടുത്ത സയൻസ് പറയുന്നത് ഇനി വരുന്ന ഒരു ജനറേഷൻ ഉണ്ട്, അതിൽ എത്ര ശതമാനമാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. എത്ര ശതമാനം ആളുകൾക്ക് ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഒരു നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു.
കാരണം അതിനുള്ള സംവിധാനങ്ങളാണ് നമ്മളെ ഭക്ഷണത്തിലൂടെയും നമ്മളിങ്ങനെ പിന്നെ വാങ്ങി കൊടുത്തും കൊണ്ടിരിക്കുന്ന ഇതിലൊക്കെ ഉള്ളത് എന്നാ. അപ്പം എന്തിനാണത്? ബിസിനസ് നടക്കാൻ അല്ലേ? യഥാർത്ഥ രൂപത്തിലല്ലാതെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ ഉണ്ടാക്കാനാണ് അവരിതൊക്കെ സംവിധാനിച്ച് വെക്കുന്നത്. അപ്പം അതിലൊക്കെ നമുക്ക് എന്തുണ്ട്? വലിയ പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് മറ്റൊരു പാഠം പഠിക്കാനുള്ളത്, നമ്മളൊക്കെ ചെയ്യുന്ന ത്യാഗം, നമ്മളൊക്കെ ചെയ്യുന്ന പിന്നെ സഹനം, അതൊക്കെ എന്തിനാണ്? ഒരു ഉൽപാദനത്തിന് വേണ്ടിയിട്ടാണ്, നാളെ പുണ്യം കിട്ടുവാനാണ് എന്നതാണ് അതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വവാലിദിൻ വമാ വലത്. ഇനി ഉൽപാദനമില്ലെങ്കിൽ എന്താ? എപ്പോഴും നമ്മൾ എന്താവണം? ഒരു മെഴുകുതിരിയെ പോലെ ആവണം എന്നാ. മനുഷ്യന് മെഴുകുതിരിൻ്റെ സ്വഭാവം എന്താ? മെഴുകുതിരിൻ്റെ സ്വഭാവം എന്താ? അതിങ്ങനെ കത്തി 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 ആളി കത്തി കത്തി ഉരുകി 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 ഒന്നും ഇല്ലാതാവും. ഈ ഒരു എന്നാലോ അതുകൊണ്ടുള്ള ഉപകാരം ആർക്കാണ് കിട്ടണത്? മറ്റുള്ളവർക്ക് അതിൻ്റെ വെളിച്ചം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വയം അതിങ്ങനെ കത്തുകയാണ്, പിന്നെ അത് കത്തി കത്തി അത് ഇല്ലാതെ ആവുകയാണ്. എന്നാലോ അതിൻ്റെ വെളിച്ചം ചുറ്റുപാടുള്ളവർക്കൊക്കെ കിട്ടും ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ അധ്വാനിച്ചു കൊണ്ട് ത്യാഗം ചെയ്തുകൊണ്ടേയിരിക്കണം മരണം വരെ. അപ്പം അതിൻ്റെ ഉപകാരം എന്ത് കിട്ടും? മറ്റുള്ളവർക്ക് കിട്ടും. ആ മറ്റുള്ളവർക്ക് കിട്ടുന്നതാണ് നമുക്ക് നാളെ പരലോകത്ത് ലഭിക്കുക. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? ആ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതിപ്പം നമുക്ക് ചിലപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവും, ശക്തി ഉണ്ടാവും, ചിലർക്ക് നല്ല അറിവുണ്ടാവും, ചിലർക്ക് വല്ല സമ്പത്തുണ്ടാവും, ചിലർക്ക് വല്ല പിന്നെ സ്വാധീനം ഉണ്ടാവും, അല്ലേ? രാഷ്ട്രീയ സ്വാധീനമോ സമൂഹത്തിലെ സ്വാധീനമൊക്കെ ഉണ്ടാവും. അപ്പം എന്തൊരു ശക്തിയാണോ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് അത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്തിനാപ്പൊരു ഉമ്മ മക്കളെ, ചെറിയ കുട്ടീനെ വളർത്തി എത്ര ദിവസമാണ് ഉമ്മ ഉറങ്ങാതെ രാത്രി മുഴുവൻ കഴിച്ചുകുട്ടിങ്ങളെ നമ്മളൊക്കെ വളർത്തി നമ്മളെ ഉമ്മ എത്ര ദിവസം? അവരോട് ചോദിച്ചാൽ മതി, അവർ ഉറങ്ങാത്ത ദിവസങ്ങളുണ്ടാവും ചിലപ്പോൾ. എന്തിനാപ്പം ആ അമ്മക്ക് കുട്ടീനെ അവിടെ ഇട്ടാട്ട് ഉറങ്ങിക്കൂടെ ഇന്നോ? അല്ലേ? എന്നാ ഉറങ്ങുന്നില്ല ഉമ്മ, അല്ലേ? ക്ഷീണിക്കുന്നു അതുമൂലം. പക്ഷേ ആ കുട്ടീനെ അങ്ങോട്ടോ വേസ്റ്റ് കൊട്ടയിലേക്കൊന്നും എറിയണില്ല. എന്നാ അതേ കുട്ടി വർഷങ്ങൾ കഴിഞ്ഞു, അതേ കുട്ടി വലുതായി, പിന്നെ നൂറുകണക്കിന് ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് ഈ മെഴുകുതിരി പോലെ പ്രകാശം നൽകുന്ന കുട്ടിയാണ് എങ്കിൽ എന്തുണ്ടാവും? അപ്പം നോക്കി നിങ്ങൾ, ഈ ഉമ്മ ഈ കുട്ടിയായിരിക്കും ചിലപ്പം ലോകത്തിൻ്റെ തന്നെ നേതാവായിട്ട്, വലിയ നേതാവും ആളുകൾക്ക് ഉപകാരം ചെയ്യണം. ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണം, ഒരു കാൻഡിഡേറ്റിന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം എന്താ? മറ്റുള്ളവർക്ക് സേവനം ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെ മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ പിന്നെ ഉണ്ടാക്കിയതിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരു ഉമ്മയുടെ പ്രവർത്തനം. ഇതാണ് ശരിയായ വവാലിദിൻ വമാ വലത് എന്ന് പറഞ്ഞിടത്തുള്ള ആ ഉൽപാദനം എന്നുള്ള. അപ്പോൾ ഈ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജീവിക്കേണ്ടത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത ആയത്ത് ഏതാ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്താണ്? ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഖലഖന നാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ? അൽ ഇൻസാന മനുഷ്യവർഗത്തെ, ഫീ കബദ് ക്ലേശം സഹിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിനോട് ഇങ്ങനെ മല്ലിട്ട് കൊണ്ടിരിക്കുന്ന രൂപത്തിൽ. മനുഷ്യന്റെ പ്രവർത്തനം ആലോചിച്ചു നിങ്ങൾ. മനുഷ്യന്റെ പ്രവർത്തനം എന്താ? വണ്ടി സ്റ്റാർട്ട് ആവണില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇറങ്ങും, ബാക്കിലൊന്ന് തള്ളി വെക്കും, അല്ലേ? അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും വലിയ, അവൻ കേടുന്നാൽ അതിനെക്കാട്ടിയും വലുത്. ഇങ്ങനെ മനുഷ്യൻ അവൻ്റെ ജീവിതം തൊട്ട് അവൻ്റെ മരണം വരെ ഒരു ക്ലേശം മൂലമാണ്, ഒന്നൊന്നിനോട് മല്ലിടുന്ന രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലേ? പ്രയാസം ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, പിന്നെ ഒരുപാട് എതിരിടേണ്ടി വരും. ഇതൊക്കെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഒരിക്കലും മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു തആല സ്ഥായിയായിട്ടൊരു പിന്നെ സ്വസ്ഥത,
അല്ലെങ്കിൽ സ്ഥായിയായിട്ടുള്ള ഒരു റാഹത്ത്, ഒരു വിശ്രമം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കുറച്ചാലുണ്ടാവും, അങ്ങനെ കെട്ടുപോകും അല്ലേ? കുറച്ചാലുണ്ടാവും, പിന്നെ അല്ലാതെയായി പോകും. ഈ രൂപത്തിൽ നമുക്കുണ്ട്. എന്നും നമുക്ക് എന്തുണ്ടാവില്ല? സ്ഥായിയായിട്ടുള്ള ഒരിത് ദുനിയാവിൽ ഉണ്ടാവൂല എന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ എന്തിനാപ്പാ അള്ളാഹു താല എങ്ങനെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യവർഗത്തെ അള്ളാഹു താല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിനോട് ഇങ്ങനെ മല്ലിടുന്ന രൂപത്തിൽ, ക്ലേശം സഹിക്കുന്ന രൂപത്തിൽ, ഈ രൂപത്തിലാണ് മനുഷ്യൻ അള്ളാഹു താല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. എന്തിനാണത്? അങ്ങനെ ക്ലേശം സഹിക്കുമ്പോൾ എന്തുണ്ടാവും? ഓന് ക്ഷമ ഉണ്ടാവും. പിന്നെ ഓന് മറ്റൊരാളോട് ക്ഷമ ഉണ്ടാവുമ്പോഴേ മറ്റൊരാളോട് പൊരുതാൻ കഴിയുള്ളൂ അല്ലേ? അങ്ങനെ ആവുമ്പോഴേ ഓൻ കഠിനാധ്വാനം ചെയ്യുള്ളൂ. ഒക്കെ അവൻ്റെ മുമ്പിൽ ഇങ്ങോട്ട് വന്നാൽ പിന്നെ അധ്വാനിക്കോ? ഇല്ല, ഹാർഡ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാനും അതുമൂലം മനുഷ്യന് ക്ഷമ എന്ന വലിയ പാഠം പഠിപ്പിക്കാനും പിന്നെ മറ്റൊന്നിനോട് പൊരുതാനുമൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്. ഇനി നോക്കി നിങ്ങൾ, വേദന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ് ഇല്ലേ? എപ്പോഴും മനുഷ്യനിങ്ങനെ വേദന ഉണ്ടാവും. ആ വേദന എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഓൻ്റെ അസ്ലി സ്വഭാവം. അപ്പോഴേ ശരിക്കും ജീവിതം ഉണ്ടാവുള്ളൂ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുമ്പോഴേ ജീവിതം ഉണ്ടാവുള്ളൂ എന്നാ. ജീവിതം എന്ന് പറയുന്നത് ഒരു കൊടുങ്കാറ്റടിക്കണ പിന്നെ കടൽ പോലെയാണെന്നാ. എന്താ ഈ കൊടുങ്കാറ്റടിക്കണ കടലിൽ? എന്താ തിരമാലകൾ ഇങ്ങനെ പിന്നെ ആർത്തിരമ്പി വരുന്ന ഒരു കടലിനെ പറ്റി നിങ്ങളിങ്ങനെ ഭാവനയിൽ കൊണ്ടുവന്ന് നോക്കി. ആ തിരമാലകൾ വന്നിട്ട് അതിനൊക്കെ അവിടെ ഉള്ളവരൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് ആക്കും ഇല്ലേ? ആ രൂപത്തിൽ ഇതേപോലെ മനുഷ്യൻ്റെ ജീവിതം ഇതേപോലെയാവും. ഒരു സമയത്ത് വെറും പട്ടിണി, ഒന്നും തിന്നാനില്ലാത്ത ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആകെ പട്ടിണിയാവും. അപ്പം ആ പട്ടിണിയുടെ തിരമാല ഒരു ഭാഗത്ത് ഇങ്ങനെ വരും. മറ്റൊരു ഭാഗത്ത് എല്ലാം ഉണ്ട്, ശാരീരികമായി എന്നും രോഗം. അപ്പം രോഗങ്ങളുടെ തിരമാല മറ്റൊരു ഭാഗത്ത് വരും അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഈ കടൽ പോലെയാണ്, പിന്നെ ആർത്തിരമ്പി വരുന്ന കടൽ പോലെയാണ് മനുഷ്യൻ്റെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ടാവില്ല? സ്ഥായിയായിട്ടൊരു സമാധാനം ദുനിയാവ് നമുക്ക് ലഭിക്കൂല എന്നുള്ള. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു തണൽ വൃക്ഷത്തിൻ്റെ അടിയിൽ ആ തണൽ കൊണ്ട് പിന്നെ അവിടുന്ന് യാത്ര പോകുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ്, വഴിമുറിച്ച് കിടക്കുന്ന യാത്രക്കാരനെ പോലെയാണ് ദുനിയാവിൽ ജീവി. അവിടെ എന്തുണ്ടാവും? കുറേ ചൂടേൽക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു തണൽ കിട്ടും. ആ തണൽ കഴിഞ്ഞാൽ വീണ്ടും പ്രയാസങ്ങളുണ്ടാവും. ഇതാണ് ദുനിയാവ്. അപ്പം വിശ്രമത്തിൻ്റെ തീരങ്ങളല്ല എന്ത് ദുനിയാവ് എന്ന് പറയുന്നത്, മറിച്ച് ഒരുപാട് പരീക്ഷണങ്ങളുടെ കപ്പലുകളാണ് യഥാർത്ഥത്തിൽ എന്ത് ദുനിയാവ് എന്ന് പറയുന്നത് എന്നാ. ഇനി നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആണ് സംവിധാനിച്ചിട്ടുള്ളത് അല്ലേ? സ്വർണം ഇന്ന് ഭയങ്കര വിലയുള്ള സാധനമില്ലേ സ്വർണം? ആ ശരിക്കും പ്യുവറായ സ്വർണം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭൂമിയിൽ നിന്നിട്ട് കുഴിച്ചെടുത്ത ആ പ്യുവറായ സ്വർണ്ണാണോ? അല്ല. എന്ത് ചെയ്യണം? അത് തീയിലിട്ടിട്ട് അങ്ങോട്ട് ഫിൽട്ടർ ചെയ്യണം അല്ലേ? തീയിലിട്ടിട്ട് അങ്ങോട്ട് നന്നാക്കി എടുക്കണം. അത് എത്രമാത്രം തീയിലിട്ടിട്ട് ഉരുക്കി അത് പ്യുവറാക്കുന്നോ, ആ ഫിൽട്ടർ ചെയ്യുന്നോ, അതിനനുസരിച്ചാണ് അതിൻ്റെ ദർജ, ആ സ്വർണത്തിൻ്റെ ദർജ, ആ A1 ആണോ അല്ലെങ്കിൽ ഇത്ര ക്യാരറ്റുള്ളതാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ രൂപത്തിൽ. ഇതേപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ, ഈ തീയിലിട്ട് സ്വർണം പിന്നെ ഉരുകി അതിനെ വൃത്തിയാക്കുന്നത് പോലെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ മനുഷ്യൻ എന്തുണ്ടാവും? പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. അപ്പോഴേ മനുഷ്യൻ ശുദ്ധീകരിക്കുള്ളൂ. അങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരീക്ഷണം നൽകിയിട്ടില്ല. ഇനി പരീക്ഷണം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇവിടെ ഇല്ലാന്ന് കൂട്ടുക. പരീക്ഷണം ഇല്ലെങ്കിൽ എന്താ? നമ്മൾ ഖിയാമത്ത് നാൾ പടച്ചോൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മളൊക്കെ പാപ്പറാവും. പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് എന്ത് ലഭിക്കുക? സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴേ മുസീബത്തുകൾ ഇങ്ങനെ വരണം അല്ലേ? യുദ്ധക്കെടുതികളുണ്ടാവും, സാമ്പത്തിക പരാധീനതകളുണ്ടാവും, രോഗം, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകും. വലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ഇവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എന്തിനാണ്?
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശുദ്ധീകരിക്കാനാണ് എന്നുള്ള. നോക്കി നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിത്ത്, ആ വിത്ത് മണ്ണിലിടുന്നു. ആ വിത്ത് ഇങ്ങനെ ചിന്തിക്കാം, മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള ഒരു ബോധം ആ വിത്തിനുണ്ടെങ്കിൽ ആ വിത്ത് ചിന്തിക്കും, എന്തിനാ എന്നെ കൊണ്ടുപോയിട്ട് മണ്ണിൻ്റെ ഉള്ളിൽ വെക്കണത്, എന്നെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാ എന്ന് ആ വിത്ത് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലേ, എന്നോട് കാണിക്കണ അനീതിയല്ലേ, എൻ്റെ മുകളിൽ കുറെ മണ്ണിട്ടത് എന്നോട് കാണിക്കണ അനീതിയല്ലേ എന്ന് ആ വിത്ത് ചിന്തിച്ചാൽ എന്തായിരിക്കും? അത് നമുക്ക് പഠിക്കാനുള്ള. കാരണം ഏതൊരു സംഗതിയും, ഒരു വിത്താവട്ടെ, ഒരു കുരുവാവട്ടെ, അല്ലെങ്കിൽ ഒരു ചെടിയാവട്ടെ, അതൊക്കെ വളർന്നു വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട്, വേദനകൾ അനുഭവിക്കുന്നുണ്ട്. ഈ വേദനകൾക്കുള്ളിൽ തന്നെയാണ് എന്ത്, അതിനുള്ള ജീവിതമുള്ള ആ വിത്ത് ഇങ്ങനെ മുളച്ചു വന്ന് അതിൻ്റെ മുള പൊട്ടി ആ വലിയ വൃക്ഷമാകുമ്പോൾ അതിനുണ്ടാവുന്ന പിന്നെ ആ മാനസികാവസ്ഥ, ഇതൊരു മനുഷ്യനാണെങ്കിൽ ആ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും. ദുരിതങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് യഥാർത്ഥ ജീവിതം ലഭിക്കുന്നത്, അഥവാ പരലോകത്ത് വിജയം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പം നമ്മൾ നിൽക്കട്ടെ, ഓ എൻ്റെതൊക്കെ കഴിഞ്ഞ് ഇനി എനിക്കിവിടെ ദുനിയാവിലൊന്നും കിട്ടൂല, എൻ്റെ അവസാനമായി, ഇനിയിപ്പോൾ എനിക്ക് രക്ഷയില്ല എന്നൊരിക്കലും നമ്മൾ വിചാരിക്കേണ്ട. യഥാർത്ഥത്തിൽ ഈ പരീക്ഷണങ്ങൾ നമുക്കൊരു നല്ലതിൻ്റെ തുടക്കമാണ് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, കഷ്ടപ്പാടുകൾ ഉണ്ടാവുമ്പോഴേ എന്തുണ്ടാവും. ഏതൊരു കഷ്ടപ്പാടിൻ്റെ അകത്തും എന്തുണ്ട്, ഒരു കഷ്ടപ്പാടിൻ്റെ അകത്ത്, ഒരു പരീക്ഷണത്തിൻ്റെ അകത്ത് എന്തുണ്ട്, അതിൽ നന്മകളുണ്ട് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, എങ്ങനെ ഇപ്പം നമുക്ക് മനസ്സിലാവുക, എങ്ങനെ മനസ്സിലാവുക? അള്ളാഹ് പറഞ്ഞ എന്താ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. എന്തിനാ അവിടെ മഅ ഉപയോഗിച്ചത്? തീർച്ചയായിട്ടും ഉസ്റിനോട് പ്രയാസത്തോടൊപ്പമാണ് എന്തുണ്ടാവുക, എളുപ്പം വരിക എന്നുള്ളതാ, അല്ലേ? പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം വരിക. അള്ളാഹ് അവിടെ ഉപയോഗിച്ച പദം എന്താ? മഅ എന്നുള്ള ആ പ്രിപ്പോസിഷനാ. എന്തേ മഅ ഉപയോഗിക്കാതെ ബാഴ്ത, പ്രയാസത്തിന് ശേഷമാണ് എളുപ്പം വരിക എന്നല്ല അള്ളാഹ് പറഞ്ഞത്. രണ്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? പ്രയാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എളുപ്പം വരും, കയറ്റം കഴിഞ്ഞിട്ട് ഇറക്കം വരും എന്നല്ല പറഞ്ഞേ. മറിച്ച് ആ പ്രയാസത്തോടൊപ്പം അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, എളുപ്പം, ആശ്വാസം ഉണ്ടെന്ന. അപ്പൊ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ പരീക്ഷണത്തിന്റെ അകത്ത് എന്തുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആശ്വാസം അതിൽ തന്നെ ഉണ്ട്. നമുക്ക് തരുന്ന പരീക്ഷണത്തിൽ തന്നെ ആ എന്തുണ്ട്, അതിനുള്ള മരുന്നും അതിൽ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആലോചിച്ച് നോക്കുങ്ങൾ, ഇതാണ് ദുനിയാവിൻ്റെ അവസ്ഥ. അപ്പോൾ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് ഈ ഒരു അവസ്ഥയിലാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ആ പ്രയാസത്തിൽ തന്നെ എന്തുണ്ട്, അതിലുള്ള മരുന്നും കൂടിയുണ്ട്, ആശ്വാസം കൂടിയുണ്ട് എന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം, നമ്മൾ ചെയ്ത പാപത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹുവിലേക്ക് കൈയുയർത്തണം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് വിജയം ലഭിക്കും, അല്ലേ? പർവ്വതം ഒരു മലക്ക് മുകളിലാണ്ട് കയറുക എന്ന് പറഞ്ഞത് ഒരുപാട് പ്രയാസമാണ്. പറ്റിപ്പിടിച്ച് ചിലപ്പോൾ കയ്യൊക്കെ എവിടെയെങ്കിലുമൊക്കെ വീണാൽ മുറിയാവും. പക്ഷെ പർവ്വതത്തിൻ്റെ മുകളിലാണ്ട് കയറിയാൽ എന്താ, എന്തിനാപ്പം നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ മലൻ്റെ മുകളിൽ എത്ര പ്രയാസമുണ്ട് അങ്ങോട്ട് കയറാനൊക്കെ, അല്ലേ? പറ്റിപ്പിടിച്ച് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മുള്ള് കുത്തിയിട്ടുണ്ടാവും, അവിടെ കല്ല് ഇടിച്ചിട്ടുണ്ടാവും, തലേന്ന് ചോര വരുന്നുണ്ടാവും. എന്നാലും നമ്മൾ പ്രയാസപ്പെട്ട് ആ മലമുകളിൽ കയറും ടൂറൊക്കെ പോകും. എന്തിനാണ് കയറുന്നത്? അതിൻ്റെ മുകളിലാണ് എത്തിയിട്ട് ഇങ്ങനെ ചുറ്റുപാട് അവിടെ നോക്കുമ്പോൾ എന്തുണ്ടാവും, ഒരു നല്ല സൈറ്റ് ഉണ്ടാവും, അല്ലേ? അപ്പം നമുക്കൊരു സമാധാനം. ഇതേപോലെയാണ് ദുനിയാവ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ, ദുനിയാവ് ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. ഈ പ്രയാസങ്ങളും മുള്ളുംകെട്ടുകളും കുപ്പിച്ചില്ലുകളുമുള്ള വഴിയിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, സ്വർഗം ലഭിക്കുള്ളൂ. അതിന് അല്ലാഹു തആല ദുനിയാവുണ്ട്. പ്രയാസമില്ലാതെ എന്തുണ്ടാവില്ല, മുസീബത്തുകളില്ലാതെ, ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കാതെ, മശക്കത്തില്ലാതെ, കബദില്ലാതെ ഒരിക്കലും എന്ത് കിട്ടൂല, സ്വർഗം ലഭിക്കൂല. അതാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന് പറഞ്ഞതിലുള്ള രഹസ്യം. മതില്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.